أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. وقال الذين كفروا لولا نزل عليه القرآن جملة واحدة كذلك لنثبت به فؤادك ورتلناه ترتيلا. ഏറെ ബഹുമാനമുള്ള ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചു പുലർത്തി തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീൻ അത് സംരക്ഷിക്കുന്നതിനും ആ ദീനനുസരിച്ച് ജീവിക്കുന്നതിനും ഏറെ പ്രയാസമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളും നമ്മുടെ മക്കളുമെല്ലാം ജീവിച്ചിരിക്കുന്നത്. എത്ര ദീന് കണിശമായി പാലിക്കണം എന്നാഗ്രഹിക്കുന്ന മക്കളാണെങ്കിലും നമ്മളാണെങ്കിലുമൊക്കെ നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളും മക്കൾ പഠിക്കുന്ന ഇടങ്ങളും അതേപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുകളും ഒക്കെ ദീന് പൊളിക്കുവാനും ലിബറലിസത്തിലേക്കും ദീനിൻ്റെ നിയമങ്ങളെ ചോദ്യം ചെയ്യുന്നതിലേക്കും യുക്തിവാദത്തിലേക്കുമൊക്കെ പോകാനും അതേപോലെ തന്നെ അങ്ങനെയുള്ള മെസ്സേജുകളും സന്ദേശങ്ങളുമൊക്കെ നമ്മുടെ അടുക്കളയിലേക്ക് വരെ എത്താൻ സെക്കൻഡുകൾ മാത്രം മതി എന്നുള്ളത് നമുക്കറിയാം. ഈ ഒരു ഫിത്നയുടെ കാലഘട്ടത്തിൽ മതം സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മൾ ഏത് നിലക്കാണ് നമ്മുടെ കൽബിന്, നമ്മുടെ ഹൃദയത്തിന് ഉറപ്പോടുകൂടി തെറ്റിപ്പോകാതെ ജീവിക്കാനുള്ള സംരക്ഷണം വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ കുഴപ്പങ്ങളുടെയും ഫിത്നകളുടെയും മതപരമായി തെറ്റിപ്പോകുന്ന കാലഘട്ടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പോലെ രാവിലെ മുഅ്മിനായി വീട്ടിൽ നിന്നും പോയൊരു മനുഷ്യൻ വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് കാഫിറായിക്കൊണ്ടാണ്. അവൻ്റെ വിശ്വാസമെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ്. നല്ല ദീനും വിദ്യാഭ്യാസവും നമസ്കാരവുമുള്ള ഒരു ആൺകുട്ടി, ഒരു പെൺകുട്ടി അവൻ പഠിക്കുന്ന കലാലയത്തിലേക്കോ ഹോസ്റ്റലിലേക്കോ സ്ഥാപനങ്ങളിലേക്കോ പോയി അവിടുന്ന് ഒരു 6 മാസം 8 മാസം കഴിയുമ്പോൾ അവളുടെ ചിന്തകൾ മാറുന്നു. അതേപോലെ തന്നെ നമസ്കാരമില്ലാതെയാകുന്നു. അള്ളാഹുവിന് കോപമുള്ള സംസാരങ്ങൾ സംസാരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആരൊക്കെയോ പറഞ്ഞു കേട്ട ചില മെസ്സേജുകളൊക്കെ ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ വരുന്നു. പിന്നെ പതിയെ ദീനിനെതിരായി സംസാരിക്കാൻ തുടങ്ങുന്നു. ഇത് സ്ഥിരമായി കുടുംബങ്ങളിൽ നിന്നും നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ കേൾക്കുന്ന കാര്യമാണ്. എന്നാൽ എന്താണ് ഇതിന് പരിഹാരം? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ പരിഹാരമായി പഠിപ്പിച്ചത് ഖുർആനിൻ്റെ പഠനവും ഖുർആനുമായി ബന്ധപ്പെട്ട ജീവിതവുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വിശുദ്ധ ഖുർആൻ അല്ലാഹു ഇറക്കി കൊടുത്തു. സൂറത്തുൽ ഫുർഖാനിൻ്റെ 32-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖാല അല്ലദീന കഫറു ലൗലാ നുസില അലൈഹിൽ ഖുർആനു ജുംലതൻ വാഹിദ. എന്താണ് മുഹമ്മദിന് അപ്പോൾ ഓരോരോ ആയത്തുകൾ ഓർഡറില്ലാതെ, അതേപോലെ തന്നെ ചില സമയത്ത് ചില ആയത്തുകൾ ഇങ്ങനെ പല കോലത്തിലായി ഖുർആൻ ഇറങ്ങുന്നത്, ഒരു മുസ്ഹഫായിക്കൊണ്ട് 2 ചട്ടക്കുള്ളിൽ എന്തുകൊണ്ട് ജുംലത്തുൻ വാഹിദ ഒറ്റ രൂപത്തിൽ സൂറത്തുൽ ഫാത്തിഹ മുതൽ നാസ് വരെയുള്ള ഖുർആൻ മൊത്തത്തിൽ എന്തുകൊണ്ട് ഇറക്കിക്കൂടാ എന്ന് സത്യമാണെന്ന് അറിഞ്ഞിട്ടും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത്രയധികം അത്ഭുതകരമായ ഖുർആൻ സംസാരിക്കാൻ സാധിക്കുകയില്ല.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിരക്ഷരനാണ്. സ്വന്തം പേര് പോലും അറബിയിൽ എഴുതാൻ അറിയാത്ത പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള പ്രവാചകൻ സാഹിത്യത്തിലും അതേപോലെ തന്നെ ചരിത്രത്തിലും മുൻഗാമികളുടെ കഥകൾ പറയുന്നിടത്തും ഇനി വരാനിരിക്കുന്ന കാര്യങ്ങൾ സൂചിപ്പിക്കുന്നിടത്തും എന്നുവേണ്ട ഏതെല്ലാം മേഖലയിൽ ഖുർആനിൻ്റെ മുഅ്ജിസത്തുണ്ടോ അതെല്ലാമുള്ള ഒരു വാക്ക് പോലും ഉച്ചരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിക്കുകയില്ല എന്ന് അറിയുന്ന, ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള കലാമാണെന്ന് അറിയുന്ന ആളുകൾ എന്നാലും വിശ്വസിക്കാതിരിക്കാൻ ന്യായീകരണങ്ങൾ നിരത്തുകയാണ്. എന്താ ഖുർആൻ മൊത്തത്തിൽ ഇറങ്ങാത്തത്? അതിന് അള്ളാഹു മറുപടി കൊടുത്തു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഇറക്കത്തെക്കുറിച്ചും വിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തെക്കുറിച്ചും പറഞ്ഞത് കദാലിക ലിനുസബ്ബിത ബിഹി ഫുആദക്, റസൂലേ താങ്കളുടെ ഹൃദയത്തിന് സ്ഥൈര്യം കിട്ടുവാൻ വേണ്ടിയാണ്, ഉറപ്പ് കിട്ടുവാൻ വേണ്ടിയിട്ടാണ്. ദീനിയായി ഉറച്ചു നിൽക്കുവാൻ, യക്കീൻ ഉറപ്പോടുകൂടി ജീവിക്കാൻ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റസൂലുള്ളാഹിനോട് മാത്രമല്ല, എനിക്കും നിങ്ങൾക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കുമെല്ലാം വിശുദ്ധ ഖുർആൻ ഏത് മോശപ്പെട്ട സാഹചര്യത്തിലും ഏത് മതം പൊളിക്കുന്ന സാഹചര്യത്തിലും എവിടെയാണെങ്കിലും വിശുദ്ധ ഖുർആൻ പഠിക്കാൻ, അത് വായിക്കാൻ, അതിൻ്റെ വിശദീകരണം അറിയാൻ ഒരാൾ തയ്യാറാകുന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് ലിനുസബ്ബിത ബിഹി ഫുആദക വറത്തൽനാഹു തർതീല. ഈ തർതീലായിക്കൊണ്ട് അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഇറക്കിയത്? സാവകാശത്തിൽ പാരായണം ചെയ്യുന്ന, തജ്വീദോടുകൂടി പാരായണം ചെയ്യുന്ന, ക്രമപ്രദമായി ഇറക്കപ്പെട്ട ഈ വിശുദ്ധ ഖുർആൻ അതിൻ്റെ പഠനമായിരിക്കണം. ഇത് നമ്മുടെ മക്കൾക്ക് നമ്മൾ സാധാരണ പറയാറുന്ന പോലെ തന്നെ എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ കുട്ടികളെ 1 മുതൽ 4 വരെ 5 വരെ 6 വരെ മദ്രസയിൽ വിടും. എന്തിനാണിത് പഠിക്കുന്നത്, എന്തിനാണിത് ഓതുന്നത് എന്ന് പോലും അറിയാത്ത കാലഘട്ടം. അത് കഴിഞ്ഞാൽ പിന്നെ മദ്രസ അവസാനിച്ച് കുട്ടികൾ മുഴുവൻ എല്ലാ ആളുകളും ഭൗതിക പഠനത്തിൻ്റെ തിരക്കിലാണ്. 5ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ അവൻ എത്രയാണോ അവൻ ഭൗതികം പഠിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ വിശുദ്ധ ഖുർആൻ പഠിക്കാനോ അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാനോ ഒരു ദിവസം പോലും ആഴ്ചയിൽ നമ്മൾ സമയം കണ്ടെത്തുന്നില്ല, പഠിക്കുന്നില്ല. അതിനുള്ള പ്ലാനോ പദ്ധതികളോ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ നമ്മൾ എന്തുകൊണ്ടോ പരാജയപ്പെടുന്നു. പിന്നെ എവിടെ നിന്നാണ് മക്കൾക്ക് ദീന് കിട്ടുന്നത്? മാതാപിതാക്കൾ എന്നുള്ള നിലക്ക് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് മോശപ്പെട്ട സാഹചര്യത്തിലും അള്ളാഹുവിനെ അറിഞ്ഞ് ദീനിനെ അറിഞ്ഞ് മാതാപിതാക്കളെ ബഹുമാനിച്ച് ജീവിക്കുന്ന മക്കളുണ്ടാകണോ അവരുടെ മനസ്സിൽ ഖുർആനിൻ്റെ ആയത്തുകൾ അല്പാൽപമായി കയറേണ്ടതുണ്ട്, അതിൻ്റെ അർത്ഥം പഠിക്കേണ്ടതുണ്ട്. വലിയ സ്വാധീനമുണ്ടാകും, യാതൊരു സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പറയുന്നത് ലിനുസബ്ബിത ബിഹി ഫുആദക്, നിന്റെ ഹൃദയത്തിന് സ്ഥൈര്യം കിട്ടാനാണ്, യഖീൻ ഉറപ്പുണ്ടാകാൻ വേണ്ടിയിട്ടാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എന്ത് പ്രശ്നങ്ങളുണ്ടോ പരിഹാരം വിശുദ്ധ ഖുർആനാണ്. അത് കേവലം വർത്തമാനമല്ല സഹോദരന്മാരെ. മനസ്സിൻ്റെ പ്രശ്നങ്ങൾക്ക്, ശരീരത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുവല്ലോ, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഖദ് ജാഅതുകും മൗഇളതും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള സതുപദേശം നിങ്ങൾക്ക് വന്നിരിക്കുന്നു. ആരാ പറയുന്നത്? നമ്മുടെ സൃഷ്ടിച്ച നാഥനാ പറയുന്നത്. ഞാനും നിങ്ങളുമാകുന്ന ഫാക്ടറി അത് സൃഷ്ടിച്ച് സംവിധാനിച്ച് അതിൻ്റെ A to Z മനുഷ്യ ശരീരത്തിലെ ഓരോ മൈക്രോ ഇഞ്ചും അറിയുന്ന റബ്ബാണ് പറയുന്നത്. നിങ്ങൾ നല്ല നിലക്കോടാൻ, നിങ്ങൾക്ക് പ്രശ്നമില്ലാതിരിക്കാൻ, മാനസികമായിട്ട് സ്ഥൈര്യം കിട്ടാൻ, മാനസികമായ പ്രയാസങ്ങൾ നീക്കാൻ, നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രയാസങ്ങൾ നീക്കാൻ. മനസ്സിൻ്റെ മാത്രം ചികിത്സയല്ല വിശുദ്ധ ഖുർആൻ, ശരീരത്തിൻ്റെ കൂടി രോഗങ്ങൾക്കുള്ള ശമനമാണ്. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുകയാണ്, ഖദ് ജാഅതുകും മൗഇളതും മിർ റബ്ബിക്കും, റബ്ബിൽ നിന്നുള്ള സതുപദേശം വന്നിരിക്കുന്നു. എന്താണ് അതിൻ്റെ പ്രത്യേകത? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വശിഫാഉ ലിമാ ഫി സുദൂർ, ഹൃദയത്തിലുള്ള രോഗങ്ങൾക്ക്, പ്രയാസങ്ങൾക്ക്, ടെൻഷന്, അതേപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ, എന്തെല്ലാം ഹൃദയത്തെ ബാധിക്കുന്ന പ്രയാസങ്ങളുണ്ടോ അതിനുള്ള സമാധാനമാണ്. വഹുദൻ വറഹ്മതൻ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് ഹുദയാണ്. ഈ ഹുദ കിട്ടാനുള്ള പ്രവർത്തനം ഞാനും നിങ്ങളും നമ്മുടെ മക്കളും ചെയ്യുന്നുണ്ടോ സഹോദരന്മാരെ? അതിനുള്ള റൂട്ട് മാപ്പ് വരയ്ക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? സന്മാർഗം ഇതിലാണുള്ളത്, കാരുണ്യം ഇതിലാണുള്ളത്. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് സന്മാർഗവും കാരുണ്യവും വിശുദ്ധ ഖുർആനാണ് എന്ന് സൂറത്തു യൂനുസിലെ 57-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. അപ്പോൾ സഹോദരന്മാരെ, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, എല്ലാവിധ രോഗങ്ങൾക്കുമുള്ള പരിഹാരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സഹാബത്ത് പറയുകയാണ്, നമ്മുടെ ഉമ്മയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്,
أن النبي صلى الله عليه وسلم كان إذا اشتكى يقرأ على نفسه بالمعوذات وينفذ فلما اشتد وجعه كنت أقرأ عليه وأمسه عنه بيده رجاء بركتها. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശാരീരിക ബുദ്ധിമുട്ടുണ്ടാകും. ശാരീരിക ബുദ്ധിമുട്ട്, മാനസിക ബുദ്ധിമുട്ടുകളെ കുറിച്ചല്ല പറയുന്നത്. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ, അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ, പനി ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅവ്വിദാത്ത് ഓതിക്കൊണ്ട് ചൊല്ലി തടവി ഊതുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി ഏതാ മുഅവ്വിദാത്തുകൾ? നമ്മുടെ ശാരീരിക പ്രയാസങ്ങൾ, നിരന്തരമായ നിത്യമായ രോഗങ്ങൾ, അതിൻ്റെ പ്രയാസം പറയുന്ന ആളുകളാണ്, ആവലാതി പറയുന്നവരാണ്. അതേപോലെ തന്നെ അതിനെ പതിനായിരക്കണക്കിന് രൂപയുടെ അല്ല ലക്ഷക്കണക്കിന് രൂപയുടെ ചികിത്സയും മരുന്നും കുടിക്കുന്ന ആളുകളാണ്, നടത്തുന്ന ആളുകളാണ് നമ്മൾ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഈ ചികിത്സ കൂടി നമ്മൾ ചെല്ലുന്നുണ്ടോ? നബി അള്ളാഹിനോട് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅവ്വിദാത്തുകൾ ഓതി, അത് ഏതാണ്? സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് ഓതിയിട്ട് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശരീരത്തിൽ ഊതുന്നു, തടവുന്നു. ആരാ പഠിപ്പിക്കുന്നത്? നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറിയ മക്കളെ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, അങ്ങനെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം കഠിനമായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചൊല്ലി ഊതാൻ കഴിയാത്ത അവസ്ഥ വന്നു. ഈ സമയത്ത് ഞാൻ ചൊല്ലിയിട്ട് റസൂലുള്ളാന്റെ കയ്യിൽ ഊതിയിട്ട് റസൂലുള്ളാന്റെ കൈ കൊണ്ട് റസൂലുള്ളാന്റെ ശരീരത്തിൽ തടവി കൊടുത്തു. കാരണം റസൂലുള്ളാന്റെ കൈയിന് ബറക്കത്തുണ്ട് എന്നുള്ളതിനാൽ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പേരമക്കളെ ഊതാറുണ്ടായിരുന്നു. ഞാൻ എന്നൊരു പിതാവ്, നിങ്ങളെന്നൊരു പിതാവ്, അതേപോലെ തന്നെ നമ്മളെന്നൊരു വല്യമ്മ, വല്ലിപ്പ, മാതാവ്, നമ്മുടെ പേരമക്കളെ, നമ്മുടെ മക്കളെ, സ്വന്തം മക്കളെ അവരുടെ ശാരീരികമായ അവസ്ഥയിൽ അവർക്ക് ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടാകുന്നതിൽ ഏറെ പ്രയാസമുള്ള ആളുകളാണ് നമ്മൾ. അവർക്ക് നമ്മൾ മന്ത്രിച്ചൂതി കൊടുക്കാറുണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പേരക്കുട്ടികളെ മന്ത്രിച്ചൂതി കൊടുത്തിട്ട് നിങ്ങളുടെ വല്ലിപ്പ പിതാവ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ നബിയെയും അതേപോലെ തന്നെ ഇസ്ഹാഖ് നബിയെയും മന്ത്രിച്ചൂതാറുണ്ടായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസ് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിച്ചൂതി കൊടുക്കുക നമ്മൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതിനൊരു മൗലവി വരേണ്ട ആവശ്യമില്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ശിഫയാണെന്ന് പഠിപ്പിച്ചിട്ട് മന്ത്രിച്ചൂതിന് പഠിപ്പിച്ചു കൊടുക്കുക. സഹാബത്ത് മന്ത്രിച്ചൂതാണ് മക്കളെയും പേരക്കുട്ടികളെയും, ചെറിയ മക്കൾക്ക്, അതേപോലെ തന്നെ അവരുടെ കുട്ടികൾക്ക്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ദഖല അലൈഹ ഇംറഅത്തുൻ തുആലിജുഹാ ഔ തർഖീഹാ ഫഖാല ആലിജിഹാ ബികിതാബില്ലാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്ത്രീയെ കൊണ്ടുവരപ്പെട്ടു. അവർക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആൻ കൊണ്ട് അവരെ ചികിത്സിക്കുക. എങ്ങനെ ഖുർആൻ കൊണ്ട് ചികിത്സ? ഖുർആൻ പാത്രത്തിലെഴുതി കുടിക്കുക. ഇപ്പം ചില ആളുകൾ പറയുന്നുണ്ട് പാത്രത്തിലെഴുതി കുടിപ്പിക്കുക എന്ന് പറഞ്ഞ സമ്പ്രദായമൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ കൈമോശം വന്നു പോയി എന്ന് ചില ആളുകളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഖുർആൻ പാത്രത്തിലെഴുതി കുടിക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു പണ്ട്. ഖുർആൻ ചികിത്സയാണ്. എന്താണ് അതിൻ്റെ ചികിത്സയുടെ അർത്ഥം എന്നുള്ളത് പഠിപ്പിക്കപ്പെട്ടപ്പോൾ ഈ പറയപ്പെട്ട മാലകളും മൗലിദുകളും ഇതേപോലത്തുള്ള ബിദ്അത്തുകളും ഇങ്ങനെയുള്ള കാട്ടിക്കൂട്ടലുകളൊക്കെ ദീനിൻ്റെ പേരിൽ കുറേയൊക്കെ ഇവിടുന്ന് അൽഹംദുലില്ലാഹ് എടുത്തൊഴിവാക്കപ്പെടും. രണ്ടാമതും പുതിയ കുപ്പിയിൽ പുതിയ ലേബലൊട്ടിച്ച് കൊണ്ടുവരികയാണ് ചില ആളുകൾ, ചില ഉസ്താദുമാരെന്ന് പറയപ്പെടുന്ന ആളുകൾ. ഞാൻ പറഞ്ഞു വരുന്നത് സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ എന്നുള്ളത് ശരീരത്തിൻ്റെ പ്രയാസങ്ങൾക്കും മനസ്സിൻ്റെ പ്രയാസങ്ങൾക്കുമുള്ള ചികിത്സയാണ്. അതേപോലെ തന്നെ മനുഷ്യനെ, നമ്മുടെ മക്കളെ നമുക്ക് കുഴപ്പത്തിൽ ചാടാതിരിക്കാൻ, ഫിത്നകളിൽ ചാടാതിരിക്കാൻ, ഹറാമുകളിലേക്ക് കടിഞ്ഞാൺ പൊട്ടിച്ചുകൊണ്ട് ഓടുന്ന മനസ്സാണ് മനുഷ്യൻ്റെ മനസ്സ്. ഈ മനുഷ്യൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്താൻ വേണ്ടി നമുക്ക് ധൈര്യം തരുന്നത്, അതേപോലെ തന്നെ ശക്തി തരുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളാണ്. അത് പഠിക്കുക, അത് ഓതുക, യാതൊരു സംശയമില്ല സഹോദരന്മാരെ. ഈ പറയപ്പെട്ട പ്രയാസങ്ങളിൽ നിന്നും മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കും, മാറി നിൽക്കാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, അൽ ഖുർആനു ശാഫിഉൻ മുശഫഉൻ, വിശുദ്ധ ഖുർആൻ നാളെ പരലോകത്ത് ശുപാർശ ചെയ്യും എന്ന് മാത്രമല്ല ആ ശുപാർശ കേൾക്കപ്പെടും. അല്ലാഹുവേ, എന്നെ ഓതിയവനാണ്, എന്നെ പഠിച്ചവനാണ്, എൻ്റെ അർത്ഥം പഠിച്ചവനാണ്, അതുകൊണ്ട് ഇവനെ നീ, ഈ മനുഷ്യനെ
ഇയാളുടെ വിഷയത്തിൽ എൻ്റെ ശുപാർശനെ സ്വീകരിക്കണമേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധ ഖുർആൻ പറയും എന്ന് കട്ടായമാണ് പ്രിയമുള്ളവർ. എൻ്റെ വിഷയത്തിൽ അത് പറയുന്നുണ്ടാവോ? പറയുമോ? പരലോകത്ത് അതിനുള്ള ഒരു ഓത്ത്, അതിനുള്ളൊരു പഠനം ജീവിതത്തിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വിശുദ്ധ ഖുർആൻ പഠിക്കാൻ അതിനുള്ളൊരു സംവിധാനത്തിൽ ചേർന്ന് അത് പഠിച്ച് അതിനുള്ള സംവിധാനം നമ്മുടെ മക്കൾക്ക്, ഭാര്യമാർക്ക്, ഭർത്താക്കന്മാർക്ക് ഒരുക്കുന്ന ഒരു രീതി നമുക്കുണ്ടോ? ഈ പറയപ്പെട്ട നാളെ പിറ്റേന്ന് വിശുദ്ധ ഖുർആൻ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ശുപാർശ നടത്തി സ്വർഗത്തിലേക്ക് അവനെ ആനയിക്കും. റസൂലുള്ളാഹി പറയുന്ന ഹദീസ് എന്താണ്? വമാഹിലുൻ വ മുസദ്ദിഖുൻ, അഥവാ വിശുദ്ധ ഖുർആൻ ശുപാർശ ചെയ്യുന്നവനാണ്. വിശുദ്ധ ഖുർആന്റെ ശുപാർശ എന്ന് പറഞ്ഞാൽ മഖ്ബൂലു ശഫാഅത്തി, അത് സ്വീകരിക്കപ്പെടുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കാത്ത പ്രശ്നമില്ല, സ്വീകരിക്കുന്നുള്ളത് ഉറപ്പാണ്. വമാഹിലുൻ വ മുസദ്ദിഖുൻ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഷാഹിദുൻ വ മുസദ്ദിഖുൻ, ഖുർആൻ നമുക്ക് വേണ്ടി സാക്ഷി പറയും. പടച്ചവനെ ഓതിയിട്ടുണ്ട്, ഞാനതിന് സാക്ഷിയാണ്. അവൻ്റെ ഉറക്കം അതിൻ്റെ പേരിൽ ഒഴിഞ്ഞിട്ടുണ്ട്. ദുനിയാവിൻ്റെ ശുഗലുകളിൽ നിന്നും മാറി അവനും അവൻ്റെ കുടുംബം കുറച്ച് ഓതാനും പഠിക്കാനും അവൻ സമയം ചെലവഴിച്ചിട്ടുണ്ട്, അതനുസരിച്ച് ജീവിച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ റെക്കമെൻഡ് പറയും, സാക്ഷി പറയും. ഖുർആൻ, നമ്മൾ കോടതിയാണല്ലോ സഹോദരന്മാരെ, കോടതിയിൽ സാക്ഷികളെ കൊണ്ടുവരും. ഇതാ അയാൾ ചെയ്തിട്ടുണ്ട്, ഇയാൾ അന്ന് അത് കട്ടെടുത്തിട്ടില്ല, അന്ന് ആ സമയത്ത് എൻ്റെ അടുത്തുണ്ടായിരുന്നു, അയാൾ ഇത് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അത് ചെയ്തിട്ടുണ്ട് എന്ന് സാക്ഷികളെ കൊണ്ടുവരും. ആരാ സാക്ഷി? അള്ളാന്റെ കലാമാ സാക്ഷി. ഇതൊക്കെ സഹോദരന്മാരെ, എന്നെ നിങ്ങൾ കേൾക്കുന്നു, നിങ്ങൾ എന്നെ കാണുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇതിനേക്കാൾ വലിയ 10 കോടിക്കണക്കിന് വലിയ യാഥാർത്ഥ്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അൽ ഹിസാബു ഹക്കുൻ, വിചാരണയുണ്ട്, മഹ്ശറുണ്ട്, നരകമുണ്ട്, സ്വർഗമുണ്ട്, യാതൊരു സംശയവുമില്ല. ഇത് നമ്മുടെ ഈ ഒരു നിലയ്ക്ക് സഹോദരന്മാരെ, നമുക്കും നമ്മുടെ കുടുംബത്തിനും ഈ ഒരു സാക്ഷി പറയപ്പെടുന്ന, ഈ ഒരു ശുപാർശ പറയപ്പെടുന്ന അവസ്ഥയിൽ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ. വമൻ ജഅലഹു അമാമഹു കാദഹു ഇലൽ ജന്ന, ഒരാൾ ഖുർആൻ പഠിച്ച് ജീവിതത്തിൽ പകർത്തി ജീവിച്ചാൽ ഖുർആൻ അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടെത്തിക്കും. വമൻ ജഅലഹു ഖൽഫ ദഹരിഹി സാഖഹു ഇലൻ നാർ, അതിനെ ഖുർആൻ അവനെ പിന്നിലാക്കിയിട്ടുണ്ടെങ്കിൽ, ഒരു മനുഷ്യൻ ഖുർആനിനെ, അതിൻ്റെ നിയമങ്ങളെ, നിർദ്ദേശങ്ങളെ പിന്നിലാണ്. സാമ്പത്തിക രംഗത്ത് ഖുർആനിന്റെ നിർദ്ദേശങ്ങൾ അവൻ പാലിക്കണില്ല. അവൻ്റെ രഹസ്യ ജീവിതത്തിൽ, പരസ്യ ജീവിതത്തിൽ, വിവാഹ ജീവിതത്തിൽ, രാഷ്ട്രീയ ജീവിതത്തിൽ, അവൻ്റെ ജീവിതത്തിൽ ഖുർആന്റെ ആയത്തുകൾ ഒരു നിലക്ക് പോകുന്നു, അവൻ്റെ ജീവിതം മറ്റൊരു നിലക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കാദഹു ഇലന്നാർ സാഖഹു ഇലന്നാർ, അവനെ നരകത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. ഇത് നടക്കാനുള്ളതാണ്. ഏതിലേക്കായിരിക്കും ഖുർആൻ നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പൊ ഈ ഖുർആനിന്റെ പഠനവും അതേപോലെ തന്നെ ഈ ഖുർആനിന്റെ വായനയും ഇതിന്റെ പഠനവും ഇത് വെറുതെ പറയാനുള്ളതല്ല സഹോദരന്മാരെ. അത്ഭുതകരമായ ഒരു ഗ്രന്ഥം 1400 വർഷങ്ങൾക്ക് മുമ്പ് നിരക്ഷരനായ ഒരു പ്രവാചകനിലൂടെ ലോകം കേട്ടു. ഒരു മാറ്റിത്തിരുത്തലുകൾ ഇതേവരെ ഉണ്ടായിട്ടില്ല. ആർക്കും ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളൊരു നിയമം അത് ശരിയായില്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ അത് പറ്റാത്തതാണ്, അപ്ലിക്കബിൾ അല്ല എന്ന് പറയാൻ ഒരാൾക്കും, ബുദ്ധിയുള്ള ഒരാൾക്കും അങ്ങനെ പറയാൻ സാധിച്ചിട്ടില്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ്, കേവലം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ഇവിടെ സ്വതന്ത്ര ഇന്ത്യ നിലവിൽ വന്നിട്ട് അതിൻ്റെ ഭരണഘടന ഉണ്ടാക്കിയത് വലിയ ബുദ്ധിജീവികൾ അടങ്ങുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാക്കിയത്. എത്ര പ്രാവശ്യമാണ് സഹോദരന്മാരെ അമെൻമെന്റുകൾ വന്നത്, മാറ്റിത്തിരുത്തലുകൾ വന്നത്, എത്ര പ്രാവശ്യമാണ് വന്നത്. കാരണം അന്ന് എഴുതുന്ന സമയത്ത് അന്ന് അവരുടെ ചിന്തയുടെയും പഠനത്തിൻ്റെയും അതേപോലെ തന്നെ ജീവിത സാഹചര്യവും അന്നത്തെ ഒരു അവസ്ഥക്കനുസരിച്ച് അവർ നിയമങ്ങൾ എഴുതുന്നു. 10 വർഷം കഴിയുമ്പോൾ അത് അപ്ലിക്കബിൾ അല്ല, അത് സൂട്ടബിൾ അല്ല, അപ്പോൾ മാറ്റുന്നു. എത്ര പ്രാവശ്യം അമെൻമെന്റുകൾ, പുതിയ നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. നിസ്സാരമായ 10, 5, 15, 20, 25 വർഷങ്ങൾക്ക് മുമ്പിൽ ബുദ്ധിജീവികൾ ഉണ്ടാക്കിയ കേവല നിയമങ്ങൾ മാറ്റുന്നുണ്ടെങ്കിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് നിരക്ഷരനായ ഒരു പ്രവാചകന്റെ വായിലൂടെ കേട്ട വിശുദ്ധ ഖുർആൻ ജീവിതത്തിന്റെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ A to Z ഏരിയകളിൽ, അടക്കത്തിലും അനക്കത്തിലും എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റിയ കാലാധിവർത്തിയായ വിശുദ്ധ ഖുർആൻ. ഇതിങ്ങനെ പറയാൻ നല്ല രസമാണ്. ഇതും ഞാനും നമ്മൾ എന്താ ബന്ധം? നിസ്കാരത്തിൽ ഓതുന്നൊരു ഫാത്തിഹ, അത് കഴിഞ്ഞാൽ കുൽഹുവല്ലാഹും, ഇതാണോ നമ്മളെ ബന്ധം?
നിസ്കാരത്തിൽ കൈയിട്ട് ഒരു ഫാത്തിഹ വരും, പിന്നെ ഓട്ടോ പ്ലേ പോലെ ഒരു കുലോല്ലാവും വരും, അല്ല ഇന്നവത്തേനാക്കൽ വരും. അതല്ലാതെ എന്താണ് ഞാനും നിങ്ങളും സഹോദരന്മാരെ നമ്മളും ഖുർആനും തമ്മിലുള്ള ബന്ധം എന്താണ്? അത് നമ്മൾ കാര്യമായിട്ട് ആലോചിക്കണം. ഞാനും എൻ്റെ മക്കളും ഖുർആൻ തമ്മിലുള്ള ബന്ധം എന്താണ് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഈ ഖുർആനാണ് എല്ലാവിധ നന്മകൾക്കും അതേപോലെ തന്നെ എല്ലാവിധ പ്രയാസങ്ങളെയും നമ്മളെയും നമ്മുടെ മക്കളെയും ഭാര്യമാരെയും അതേപോലെ തന്നെ ഭർത്താക്കന്മാരെയും എല്ലാവരെയും ദീനിൽ ഉറപ്പിച്ചു നിർത്തുന്നത്, രണ്ട് ലോകത്തും മനുഷ്യന് വിജയിക്കാൻ നിദാനമായിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പോലെ വിശുദ്ധ ഖുർആനിനെ ഹൃദയത്തിൻ്റെ വസന്തമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണേ എന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മനുഷ്യൻ്റെ ദീനിനെ സംരക്ഷിക്കാൻ ഏതൊരു മുഅ്മിനായ മനുഷ്യനും ഏറെ ഇടങ്ങാറാകുന്ന ഒരു കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ അവസാന സമയമാകുമ്പോൾ ഒരു തീക്കട്ട കയ്യിൽ പിടിച്ച് അതിൻ്റെ പ്രയാസം എത്രയാണോ ഒരു മനുഷ്യൻ അനുഭവിക്കുന്നത്, അതുപോലെയുള്ള അതിനേക്കാൾ രൂക്ഷമായ പ്രയാസം ഒരു മുഅ്മിൻ തൻ്റെ ദീന് സംരക്ഷിക്കാൻ പ്രയാസപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ഒരു തീക്കട്ട കയ്യിൽ പിടിച്ച് നിൽക്കുന്ന അവസ്ഥ. എങ്ങു നോക്കിയാലും ഹറാമുകൾ, എവിടെ ചെന്നാലും ഹറാമുകൾ, ദീനിനെ തകർക്കുന്ന കാര്യങ്ങൾ. അവിടെ പിടിച്ചു നിൽക്കാൻ എന്താണ് വഴി? അവിടെ പിടിച്ചു നിൽക്കാൻ വിശുദ്ധ ഖുർആനാണ് വഴി. രണ്ടാമത് വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുകയാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ്. അഥവാ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് ഈമാനികമായ ധൈര്യം കിട്ടാൻ, ഏത് സാഹചര്യങ്ങളിലും തെറ്റിപ്പോകാതിരിക്കാൻ രണ്ടാമതായി പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് മുൻഗാമികളായ പ്രവാചകന്മാരുടെ ചരിത്രം പഠിക്കുക എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ സഹോദരന്മാരെ, എത്രയാണ് പ്രവാചകന്മാരുടെ ചരിത്രം. ഏറ്റവും കൂടുതൽ പറഞ്ഞത് തന്നെ ആവർത്തിച്ച് പല രീതിയിൽ അവതരിപ്പിക്കപ്പെട്ട ചരിത്രമാണ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടേത്. എന്തിനാണ് ഇത് പറയുന്നത്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥ എത്ര തവണ വിശുദ്ധ ഖുർആൻ ആവർത്തിച്ചിട്ടുണ്ട്? എന്നാൽ പിന്നെ ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതിയല്ലോ. ലോകർക്കുമുള്ള കാലാകാലം ഉള്ള ആളുകൾക്കുള്ള നിയമപുസ്തകമാണല്ലോ. അപ്പോൾ ഈ കഥകളൊക്കെ ആവർത്തനം ഒഴിവാക്കിയിട്ട് വേറെ കുറച്ച് നിയമങ്ങൾ വെച്ചൂടെ എന്നൊക്കെ ചിലപ്പോൾ ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെയാണല്ലോ. എന്നാൽ അല്ലെങ്കിൽ ഈ ആവർത്തനം ഒഴിവാക്കിക്കൂടെ? പറഞ്ഞു തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരേപോലെ ആവർത്തിച്ചിട്ടുണ്ട്, ചെറിയ മാറ്റങ്ങളിലൂടെ ആവർത്തിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ് പ്രവാചകന്മാരുടെ കഥകളെക്കുറിച്ച്. കുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുൽ. അഥവാ ദൈവദൂതന്മാരുടെ കഥകൾ നിനക്ക് നിന്റെ ഹൃദയത്തിന് ധൈര്യം നൽകാൻ, നിന്റെ ഹൃദയത്തിന് യഖീന് തരാൻ, ഏത് സാഹചര്യങ്ങളും സ്ഥൈര്യത്തോടു കൂടി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരുടെ കഥകൾ നിനക്ക് പറഞ്ഞു തരുന്നു. ഒരു സൂറത്ത് പേജ് കണക്കുള്ള സൂറത്ത് മുഴുവൻ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥ. അത് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കേവലം ഒരു കഥ വായിക്കുന്ന പോലെ വായിക്കാനല്ല. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി, എന്തിനാണ് ഈ കഥ പറഞ്ഞത്? ഇതിൽ നിങ്ങൾക്ക് ബുദ്ധിയുള്ള ആളുകൾക്ക് ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ്. സൂറത്ത് യൂസുഫിന്റെ 110-ാമത്തെ ആയത്തിൽ കഥയെല്ലാം പറഞ്ഞതിന് ശേഷം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംഭവ ബഹുലമായ ജീവിതത്തെ വരച്ചു കാണിച്ച് മനസ്സിൻ്റെ സ്ക്രീനിൽ ശരിക്കിങ്ങനെ കാണുകയാണ് നമ്മൾ മുമ്പിൽ ജീവിച്ച പോലെ. അത് കണ്ടതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇത് പറയുന്നത് വെറുതെ അല്ല, ഇതിൽ ഗുണപാഠമുണ്ട്. മുഅ്മിനീങ്ങളായ ആളുകൾക്ക്, ചിന്തിക്കുന്ന ആളുകൾക്ക് ഗുണപാഠമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലാഹ് പറയുന്നത്, റസൂലേ, മുൻഗാമികളുടെ പ്രവാചകന്മാരുടെ കഥകൾ പഠിക്കുന്നത് സ്ഥൈര്യത്തിന് വേണ്ടിയാണ്, ഈമാനികമായ ഉറപ്പിന് വേണ്ടിയാണ്. ഇതും രണ്ടാമത്തെ കാര്യമാണ്. സഹോദരന്മാരെ, പ്രവാചകന്മാരുടെ കഥകൾ നമ്മുടെ മക്കൾ വായിക്കണം, നമ്മൾ വായിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമ്മൾ വായിക്കണം.
വല്ലാത്ത മാറ്റമാണ് ഉണ്ടാവുക എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞ കാര്യമാണത്. പ്രവാചകന്മാരുടെ കഥകൾ, അതിൽ കൂടെ കിട്ടുന്ന ഉപദേശങ്ങൾ. ഈ പ്രവാചകന്മാരുടെ കഥ വായിക്കുക എന്ന് പറഞ്ഞാൽ അത് ദീന് പഠിക്കലാണ്. വിശുദ്ധ ഖുർആന്റെ പഠനമാണ്, ഹദീസിന്റെ പഠനമാണ്, ചരിത്ര പഠനമാണ്. ഇത് ദീന് പഠിക്കലാണ്. അതുകൊണ്ട് പ്രവാചകന്മാരുടെ കഥ പറഞ്ഞെടുത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിനക്കുള്ള ഉറപ്പിന് വേണ്ടിയാണത്. നമ്മുടെ മക്കൾ കഥാപുസ്തകങ്ങൾ വായിക്കുന്നു. നമ്മുടെ മക്കൾക്ക് ഒരു പുസ്തകം കൊടുത്തിട്ട് പ്രവാചകന്മാരുടെ കഥകൾ, സഹാബത്തിന്റെ കഥകൾ, റസൂലുള്ളാഹിന്റെ കഥകൾ, എന്നിട്ട് എന്തുകൊണ്ട് സഹോദരന്മാരെ വായിക്കാൻ അവർ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ തയ്യാറായില്ലെങ്കിൽ നീ ഇത് വായിക്കൂ. ഉപ്പച്ചീതിന്ന് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. എന്നിട്ട് നീ ഇത്ര മാർക്ക് കിട്ടിയിട്ട് നിനക്ക് 500 രൂപ ഞാൻ പാരിതോഷികം തരും. എന്തുകൊണ്ട് നമുക്ക് പറഞ്ഞുകൂടാ? എന്തുകൊണ്ട് മക്കൾക്ക് ദീനിയായൊരു വളർച്ച ഉണ്ടാകും, ഒരു നേട്ടം ഉണ്ടാകുമ്പോൾ അവർക്ക് ഈ ഗിഫ്റ്റ് കൊടുത്തൂടാ? അതിൻ്റെ പേരിൽ നമ്മൾ കുട്ടികളെ ടൂർ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ കൊണ്ടുപോയിക്കൂടാ? ഒരു പ്രോത്സാഹനം സഹോദരന്മാരെ ഇല്ലെങ്കിൽ, അഥവാ നമ്മൾ കുട്ടി കേൾക്കണം എന്ന് വിചാരിക്കുന്ന ഒരു 2 മണിക്കൂറുള്ള ഒരു പ്രസംഗം, അല്ലെങ്കിൽ ഒരു പുസ്തകം, ഒരു 100 പേജിൻ്റെ പുസ്തകം കുട്ടി വായിക്കണമെന്നുണ്ടെങ്കിൽ, ഇൻഷാ അല്ലാഹ് ഇതിൽ നിന്നും ഇത്ര മാർക്ക് മക്കൾ വാങ്ങണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സമ്മാനം തരും, ഇത്ര രൂപ തരും, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം. ഈ നിലക്ക് മക്കളെ സഹോദരന്മാരെ വളർത്തിക്കൊണ്ടുവരാതെ രക്ഷയില്ല. ദീനല്ലാതെ പരിഹാരമില്ല എന്നുള്ളത് നമ്മുടെ മുമ്പിലിരിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല, ദീനിൻ്റെ ശത്രുക്കൾക്ക് വരെ അറിയും. ദീനിൻ്റെ അഥവാ ഇസ്ലാം ഏത് രംഗത്തും, സാമ്പത്തിക രംഗത്ത് ലോകം യൂട്ടേൺ എടുക്കുന്നത്, എവിടേക്കാണ് യൂട്ടേൺ എടുക്കുന്നത്? ഇസ്ലാമിക് ബാങ്കിങ്ങിലേക്കാണ് യൂട്ടേൺ എടുക്കുന്നത്. LGBT തോന്നിവാസവും സ്വർഗരതി തോന്നിവാസങ്ങൾ എല്ലായിടത്തും ലോകം യൂട്ടേൺ എടുക്കണം. ഞങ്ങളുടെ നാട്ടിലത് പറ്റൂല എന്ന്, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് അങ്ങനെ അടിച്ചു പായിപ്പിക്കും. ആരാ പറയണത്? ലോക പോലീസ് എന്ന് പറയപ്പെടുന്ന ആളുകളാണ് പറയണത്. ഞങ്ങളുടെ നാട്ടിലത് പറ്റൂല, ഇവിടെ ജനസംഖ്യ കുറയാണ്, ഇവിടെ പ്രശ്നമാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് മുത്തനബി പറഞ്ഞു, നിങ്ങൾ കൂടുതൽ പ്രസവിക്കുന്ന, കൂടുതൽ സ്നേഹിക്കുന്ന ഭാര്യമാരെ കല്യാണം കഴിക്കണം, കൂടുതൽ മക്കളുണ്ടാകണം. 1400 വർഷങ്ങൾക്ക് മുമ്പ് നാം 2 നമുക്ക് 2, നാം 1 നമുക്കൊന്ന്. ഇവിടെ പ്രശ്നങ്ങൾ, എന്താണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്, ഇവിടെ ദാരിദ്ര്യമുണ്ടാകുന്നത് മക്കളുണ്ടായതുകൊണ്ടാണ്. അതുകൊണ്ട് കുടുംബാസൂത്രണം നടത്തി നോക്കിയപ്പോൾ ലോകത്തൊന്നും ആളില്ല, വീടുകളൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നു. വയസ്സൻ പടകളായി ലോകത്ത് മുഴുവൻ, വലിയൊരു വമ്പൻ രാഷ്ട്രങ്ങൾ. പ്രൊഡക്ഷനില്ല, ചെയ്യാനാളില്ല, മാൻ പവർ ഇല്ല. അന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞു, വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലാ തഖ്തുലു ഔലാദകും ഖശിയത ഇംലാഖ്. അന്നതിനെ കളവാക്കി. ഇന്ന് ദീന് സ്വീകരിക്കാൻ തയ്യാറൊന്നുമല്ല പലരും, പക്ഷേ അതിലേക്ക് മടങ്ങി ദീനിന്റെ നിയമങ്ങളിലേക്ക് മടങ്ങുന്ന കുറേ ആൾക്കാർ അൽഹംദുലില്ലാഹ് ദീന് സ്വീകരിച്ച് ദീനിന്റെ നിയമങ്ങളിലേക്ക് മടങ്ങി വരുന്ന ആളുകൾ. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ. അതുകൊണ്ട് എന്താണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ആ നിലക്കായിരിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മുൻഗാമികളുടെയും ചരിത്രം നമ്മുടെ മക്കൾക്ക് പഠിക്കണം, നമ്മൾ വായിക്കണം. സമയം കണ്ടെത്തണം സഹോദരന്മാർ. ഈ ഭൗതിക പഠനത്തിന്റെ തിരക്കിൽ സമയം കണ്ടെത്തണം. വെറും ഭൗതികം, ട്യൂഷനുണ്ട്, സ്പെഷ്യൽ ക്ലാസ്സുകളുണ്ട്, സ്കൂളുണ്ട്, കോച്ചിങ്ങുകളുണ്ട്, അതിൻ്റെ പുറമെ യൂട്യൂബ് ചാനലുകളുണ്ട്. വെറും ഭൗതികം. എന്നിട്ട് മക്കൾ മാതാപിതാക്കളെ നോക്കണില്ല, ബഹുമാനിക്കണില്ല. ഒരു വിരുന്നേരം എന്നാൽ എങ്ങനെ പെരുമാറേണ്ടെന്ന് അറിയില്ല. അതേപോലെ തന്നെ നിസ്കാരമില്ല, നോമ്പില്ല എന്ന് കരയണിയിൽ അർത്ഥമില്ല. അവൻ നിസ്കരിക്കാൻ, നോമ്പനുഷ്ഠിക്കാൻ, മാതാപിതാക്കളോട് നെല്ലൽക്ക് പെരുമാറാൻ, നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ, ഒരു വീട്ടിലൊരാൾ വന്ന മൊബൈലിൽ നിന്ന് എടുത്തു വെച്ച് എൻ്റെ എളാപ്പയാണല്ലോ, മൂത്താപ്പയാണല്ലോ, എൻ്റെ കുടുംബക്കാരാണല്ലോ, കുടുംബക്കാരെ ബഹുമാനിക്കുക എന്നുള്ള ദീന് പറഞ്ഞു. ആർക്കെങ്കിലും ഈമാൻ ഉണ്ടെങ്കിൽ അവൻ തൻ്റെ അതിഥിയെ ആദരിക്കട്ടെ. ഒരു വിരുന്നേര് വരുന്ന സമയത്ത് ഇത് വലിയ ഇടങ്ങാറായല്ലോ, ഇവർക്ക് ചായ ഉണ്ടാക്കണമല്ലോ, ഓരോന്ന് കൊടുക്ക് സമയം ഓൽക്ക് കൊടുക്കണമല്ലോ എന്നല്ല ചിന്തിക്കുന്നത്. ഈമാനുള്ളവനാണെങ്കിൽ തൻ്റെ വീട്ടിലേക്ക് ഒരു അതിഥി വരുമ്പോൾ അതിൽ സന്തോഷം പ്രകടിപ്പിക്കുകയും അവരെ സന്തോഷവാന്മാരാക്കി അവരെ തിരിച്ചയക്കുകയും ചെയ്യണമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര സൈക്കോളജിക്കൽ അപ്രോച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഏത് വിഷയത്തിലാണ് പറയാത്തത്? അപ്പം ഇത് ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ടതാണ്. അപ്പം ആ നിലക്ക് അവരുടെ ചരിത്രങ്ങളും കഥകളും പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് തെറ്റിപ്പോകാതിരിക്കാൻ കാരണമാകൂ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. മൂന്നാമതായി സഹോദരന്മാരെ, മൂന്നാമത്തെ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച കാര്യമാണ്. അഥവാ ഒരു മനുഷ്യനോട് കൂട്ടുകൂടുന്ന സമയത്ത്
വസ്ബിർ നഫ്സക മഅൽ ലദീന യദഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി യുരീദൂന വജ്ഹ വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്ത് ദുനിയാ വലാ തുതിഉ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ. വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചു പോവുകയാണ്. അഥവാ നമ്മൾ സഹവസിക്കേണ്ടത് സ്വാലിഹീങ്ങളായ ആളുകളുടെ കൂടെ. അടിവരയിട്ടോ സഹോദരന്മാരെ, നമ്മുടെ സഹവാസം, നമ്മുടെ ഭാര്യമാരുടെ സഹവാസം, നമ്മുടെ മക്കളുടെ സഹവാസം സ്വാലിഹീങ്ങളുടെ കൂടെയാണോ, അതൊരു മനുഷ്യനെ തെറ്റിലേക്ക് കൊണ്ടുപോകുന്നതിൽ നിന്നും തടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. നമ്മളാലേക്ക് നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ട് എങ്ങനെ, നമ്മുടെ കൂട്ടുകെട്ട് എങ്ങനെയാണ്? കൂട്ടുകെട്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് ഫിസിക്കൽ കൂട്ടുകെട്ട് മാത്രമല്ല, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ കൂട്ടുകെട്ട് എങ്ങനെയാണ്? നമ്മളുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ എല്ലാവിധ തോന്നിവാസങ്ങളും വൃത്തികേടുകളും കാണാൻ വേണ്ടി ലിങ്കുകളും അതേപോലെ തന്നെ ക്ലിപ്പുകളും അയച്ചു തരുന്ന കൂട്ടത്തിലാണോ നമ്മളുള്ളത്? നാളെ പിറ്റേന്ന് പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും, അക്രമി വിരൽ കടിക്കുന്ന ദിവസമാണ്. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അക്രമി വിരൽ കടിക്കുന്ന ദിവസമാണ് നാളെ. എന്നിട്ട് അവൻ പറയുന്ന വർത്തമാനമുണ്ട്. എന്താ അവൻ പറയുന്നത്? യാ ലൈതനി ഇത്തഖതു മാർ റസൂലി സബീലാ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ഒരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ. യാ വൈലത്താ ലൈതനി ലം അത്തഖദി ഫുലാനൻ ഖലീലാ, എൻ്റെ നാശമേ, ഇന്നാലിന്ന മനുഷ്യനെ, ഇന്നാലിന്ന ആണിനെ, ഇന്നാലിന്ന പെണ്ണിനെ കൂട്ടുകാരനായി കൂട്ടുകാരിയായി സ്വീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ. ലഖദ് അദല്ലനി അൻ ദിക്രി ബഅദ ഇദ് ജാഅനി, എനിക്ക് ഹക്ക് മനസ്സിലായതിനു ശേഷം, എനിക്ക് യാഥാർത്ഥ്യം മനസ്സിലായതിനു ശേഷം മോശങ്ങളിലേക്ക്, വൃത്തികേടുകളിലേക്ക്, തോന്നിവാസങ്ങളിലേക്ക് എന്നെ കൊണ്ടുപോകാൻ, അതേപോലെ തന്നെ എന്നെ പ്രേരിപ്പിക്കാൻ ഇവന് കാരണമായല്ലോ എന്ന് അക്രമിയായ മനുഷ്യൻ വിലപിക്കുന്ന അവസ്ഥയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കണം. അതുകൊണ്ട് നമ്മുടെ കൂട്ടുകെട്ട് എങ്ങനെയാണ് സഹോദരന്മാരെ? നമ്മുടെ മക്കളുടെ വിഷയം മാത്രമല്ല, നമ്മളുടേത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട്, അൽ അഖില്ലാഹു യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദു ഇല്ലൽ മുത്തഖീൻ, മുത്തഖീങ്ങളായ ആളുകൾ ഒഴികെ. അത് ഇവിടുന്ന് ഭയങ്കര ചങ്ക് പ്രോകളായിക്കാറും ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരെ. പക്ഷേ പരലോകത്ത് മുത്തഖികളായ, ഈമാനിൻ്റെ പേരിൽ ഉൽഫത്തും അതേപോലെ തന്നെ വിളക്കി ചേർക്കലും ഉണ്ടായിട്ടുള്ള ആളുകൾ മാത്രമേ പരലോകത്തും കൂട്ടുകാരായി ഉണ്ടാവുകയുള്ളൂ. ബാക്കി എല്ലാ ആളുകളും ശക്തമായ ശത്രുക്കളായിരിക്കും. കാരണം ഇവിടുന്ന് എന്നെ തെറ്റിച്ചത് ഇവനാണ്. പരസ്പരം അടിപിടി കൂടുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖാഫിൽ കൃത്യമായി പറയുന്നുണ്ട്, കൂട്ടുകാരന്മാർ തമ്മിലുള്ള അടിപിടിയെക്കുറിച്ച്, കരീനുകൾ തമ്മിലുള്ള അടിപിടിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അഥവാ എന്നെ തെറ്റിച്ചത് അവനാണ്, അല്ല നീ എന്നെ തെറ്റിലാണ്, നീ എന്നെ തെറ്റിച്ചു, പരസ്പരം തർക്കിക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ സുഹൃത്ത് വലയങ്ങൾ എങ്ങനെയാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അത് വിശുദ്ധ ഖുർആനും ഹദീസും നമുക്ക് പറഞ്ഞു തരണം. നല്ല കൂട്ടുകാരായിരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അക്രമികളായ ആളുകൾക്ക് ഫമാ ലനാ മിൻ ഷാഫിഈൻ, അഥവാ അക്രമികളായ തോന്നിവാസികളായ ആളുകൾക്ക് ശുപാർശ പറയാൻ ഒരാളുമില്ല. വലാ സ്വദീഖിൻ ഹമീം, സ്വന്തം കൂട്ടുകാരൻ പോലുമില്ല. അപ്പോൾ ഒരു സംശയം, അക്രമികളായ ആളുകൾക്ക് ശുപാർശ നടത്താൻ റെക്കമെൻഡ് ചെയ്യാൻ ആളില്ല. അപ്പോൾ മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാവുമോ? മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാകും. ആരുണ്ടാകുക? മുഅ്മിനീങ്ങളെ ഉണ്ടാകും. മുഅ്മിനീങ്ങൾക്ക് തൻ്റെ കൂട്ടുകാരൻ റെക്കമെൻഡ് പറയുന്ന ഹദീസിലുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്താണ് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസ് എന്താണ്? വൈദാ റഔ അൻഹും ഖദ് നജൂ ഫീ ഇഖ്വാനിഹിം യഖൂലുന റബ്ബനാ ഇഖ്വാനുനാ കാനൂ യുസല്ലൂന മാനാ വയസൂമൂന മാനാ വയഅമലൂന മാനാ. അഥവാ സ്വർഗവാസികളായ ആളുകൾ, അവരുടെ കൂട്ടുകാരന്മാർ നരകത്തിലുണ്ടെങ്കിൽ അവർ നരകത്തിലേക്ക് നോക്കിയിട്ട് പറയും, പടച്ചോനെ ഞങ്ങളെ കൂടെ നിസ്കരിച്ച ആൾക്കാരായിരുന്നവർ, ഞങ്ങളെ കൂട്ടുകാരന്മാരായിരുന്നു, ഞങ്ങളെ കൂടെ അധ്വാനിച്ച ആൾക്കാരാണ്, ഞങ്ങളുടെ കൂടെ നോമ്പെടുത്ത ആൾക്കാരാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയും, യഖൂലുന റബ്ബന യഖൂൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഇദ്ഹബു ഫമൻ വജത്തും ഫീ ഖൽബിഹി മിസ്കാല ദീനാരിൻ മിൻ ഈമാനിൻ ഫഅഖ്രിജു. നിങ്ങൾ പോയിട്ട്, നിങ്ങളെ കൂട്ടുകാരന്മാരാണല്ലേ, നിങ്ങളിപ്പോൾ നിസ്കരിച്ച് നോമ്പറ്റ ആൾക്കാരാ, നിങ്ങൾ അല്പം ദീനിയായ നിങ്ങളെ കൂടെയുള്ള ആൾക്കാരല്ലേ, ശരി, നിങ്ങൾ പോയിട്ട് നരകത്തേക്ക് നോക്കിയിട്ട് ആരുടെ കൽബിലാണോ കുറച്ചെങ്കിലും ഈമാനുള്ളത്, ഈമാനുണ്ടോ, തൗഹീദ് ഉണ്ടോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടോ, ഓല ഇങ്ങോട്ട് കൊണ്ടുപോയി സ്വർഗത്ത് കൊടുന്നുള്ളൂ. അത് അറിയാനും, കൽബിൽ ഈമാനുള്ള അറിയാനും, അവർക്ക് വേണ്ടി ശുപാർശ നടത്താനും ഈ മനുഷ്യന്മാർക്ക് സാധിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പോൾ മുഅ്മിനീങ്ങളായ കൂട്ടുകാരന്മാർ ദുനിയാവിൽ മാത്രമല്ല സഹോദരന്മാരെ, നരകത്തുനിന്ന് സ്വർഗത്തേക്ക് ശുപാർശ ചെയ്ത് റെക്കമെൻഡ് ചെയ്ത് എത്തിക്കാൻ പോലും സാധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കും. വിശദമായ ഹദീസാണ്, വലിയ ഹദീസ്, വായിക്കേണ്ട ഹദീസാണ്.
ഏതായിരുന്നാലും സഹോദരന്മാരെ, ഈ പറയപ്പെട്ട കാര്യങ്ങൾ മനുഷ്യനെ ദീനി തെറ്റിക്കുന്ന കാര്യങ്ങളിൽ നിന്നും വിശുദ്ധ ഖുർആനും അതേപോലെ തന്നെ മുൻഗാമികളുടെ ചരിത്രവും നല്ല സുഹൃത്ത് ബന്ധങ്ങളും അതിന് സാധ്യമാകും, ആക്കം കൂട്ടും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അള്ളാഹു മുത്തഖീകളുടെ കൂട്ടത്തിൽ, ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ പാപങ്ങളും പുറത്തു തിരുമാറാവട്ടെ. റബ്ബിൻ്റെ സന്തോഷത്തിൻ്റെ സ്വർഗത്തിൽ കുടുംബസമേതം കൂട്ടുകാരന്മാരോടൊപ്പം ജീവിക്കാനുള്ള ഭാഗ്യം, കുടുംബത്തോടൊപ്പം ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത് اللهم اجرنا من النار وادخلنا الفردوس يا رب العالمين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين.